കോടിക്കണക്കിന് രൂപ മുടക്കി ഇലക്ട്രിക്കൽ ഫെൻസ് തയ്യാറാക്കിയിട്ടും കാട്ടാന ശല്യം ഒഴിവാകുന്നില്ല. ഇന്നലെ രാത്രി 2 മണിക്കാണ് കടവൂരിൽ കാട്ടാനയെ കാണുന്നത്. അതിനുശേഷം പയ്യാവിലേക്ക് സഞ്ചരിച്ച ആന രാവിലെ 6 മണിയോടുകൂടി പനങ്കരയിലെത്തുന്നു. നാട്ടുകാരുടെയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയും മണിക്കൂറുകൾ ചേർന്ന വലിയ പരിശ്രമത്തിനൊടുവിൽ കാട്ടാനയെ 11:30യോടുകൂടി കാട്ടിലേക്ക് തിരികെ എത്തിക്കുന്നു. കാട്ടുമൃഗങ്ങളുടെ അക്രമം മൂലം തോട്ടങ്ങളിലെ കൃഷിയെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കഴിഞ്ഞ വർഷം ഡിസംബർ മാസം 29-ാം തീയതി 23 വയസ്സുള്ള ചെറുപ്പക്കാരനാണ് കാട്ടാനയുടെ അക്രമത്തിൽ കൊല്ലപ്പെട്ടത്. വീണ്ടും കടവൂർ, പനങ്കര, പയ്യാവ് മേഖലയിൽ കാട്ടാന ഇറങ്ങിയിരിക്കുകയാണ്. ഫോറസ്റ്റ് അധികൃതർ കൃത്യമായി നടപടി സ്വീകരിച്ചില്ലെങ്കിൽ, ജാഗ്രതയുണ്ടായില്ലെങ്കിൽ ഇനിയും ജീവൻ നഷ്ടപ്പെടാം. കാട്ടാനകളുടെയും കാട്ടുമൃഗങ്ങളുടെയും അക്രമത്തിൽ കൃഷിനാശം രൂക്ഷമാകുന്ന സാഹചര്യവും പലയിടങ്ങളിലുമുണ്ട്. വനമേഖലയിൽ നിന്നും മനുഷ്യവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന കാട്ടുമൃഗങ്ങൾ വലിയ കൃഷിനാശമാണ് പലപ്പോഴും സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃഷിക്കാരൻ സ്വന്തം ഭൂമി പോലും ഉപേക്ഷിക്കാൻ തയ്യാറായാണ് നിൽക്കുന്നത്. അതൊന്നും പരിശോധിക്കാനോ പരിഹരിക്കാനോ പലപ്പോഴും വനം വകുപ്പിന് കഴിയാറില്ല. അതുകൊണ്ട് തന്നെ കൃഷിക്കാരന് വലിയ സാമ്പത്തികമായ നഷ്ടമാണ് ഉണ്ടാകുന്നത്. ഇനിയും കാട്ടാന ശല്യം കൊണ്ട് ഒരുപാട് കൃഷിഭൂമികൾ നഷ്ടപ്പെടും.